ഓക്കെ ഗൈസ്, എന്തായാലും നമ്മൾ കുട്ടിപ്പിടീസുമായിട്ട് നമ്മുടെ ഏരിയയിൽ, അതായത് നമ്മുടെ വീടിന് താഴെ പാടമുണ്ട്, പുഞ്ച. ആ പുഞ്ചയിൽ നമ്മൾ വെള്ളം അങ്ങ് കയറി. സാധാരണ പ്രളയമൊക്കെ വന്നപ്പോൾ നമ്മുടെ കംപ്ലീറ്റ് നമ്മുടെ ഭാഗം വെള്ളത്താൽ മൂടപ്പെട്ടായിരുന്നു. അതേപോലെ ഒരു പകുതിയോളം നമുക്ക് വെള്ളം കയറിയിട്ടുണ്ട് കേട്ടോ ഗൈസ്. അപ്പോൾ അവിടുത്തെ കാഴ്ചകൾ, ഇവിടെയൊക്കെ പ്ലെയിനാണ്, ചുമ്മാ വെള്ളമൊന്നും ഇല്ലായിരുന്നു, ചുമ്മാ ഒരു പറമ്പ് പോലെ കിടന്നുവെച്ചാൽ പ്ലേസ് ആട്ടോ. ഉണ്ട്, റബ്ബറൊക്കെ പകുതി അടുത്ത് വെള്ളമായി കേട്ടോ ഗൈസ്. പോളി വൈബാണ്. വെള്ളത്താൽ ദുരിതം അനുഭവിക്കുന്ന ആൾക്കാർക്ക് ഇത് വൈബൊന്നും അല്ല കേട്ടോ. നമ്മളെ പോലെയുള്ള ആൾക്കാർക്കൊക്കെ ഇതൊരു കൗതുകമായിട്ടൊക്കെയാണ് തോന്നുന്നത്. എന്തായാലും കുട്ടനാട് പോലെയുള്ള പ്രദേശത്ത് കിടക്കുന്ന ആൾക്കാരുടെ കാര്യമൊക്കെ കഷ്ടം തന്നെയാണ് കേട്ടോ ഗൈസ്. അത് നമുക്ക് പറയാണ്ടിരിക്കാൻ നിവൃത്തിയില്ല. അപ്പം എന്തായാലും ഇതൊക്കെയാണ് ഞങ്ങളുടെ നാടിൻ്റെ കാഴ്ചകളും അവസ്ഥകളൊക്കെ ഇതാട്ടോ. നാശങ്ങളൊന്നും വന്നിട്ടില്ല. ഈ പാടത്തൊക്കെ നെല്ലിട്ട ആൾക്കാർക്കൊക്കെ കുറച്ച് നാശനഷ്ടമൊക്കെ ഉണ്ടാവും. കാര്യം വെള്ളം വരുമ്പോൾ നെല്ലൊക്കെ ചീഞ്ഞു പോകുമല്ലോ. കൃഷിക്കാണ് നമ്മുടെ ഇവിടെ കുറേ നാശനഷ്ടം. കപ്പ, നെല്ല്, ചെറിയ ചെറിയ പച്ചക്കറി ഐറ്റംസൊക്കെ നമുക്ക് നഷ്ടം വരും കേട്ടോ ഗൈസ്. എന്തായാലും അത് വെച്ച് നോക്കാമെങ്കിൽ ഇതൊക്കെയാണ് ഇവിടുത്തെ അവസ്ഥ. നമ്മളെ റബ്ബർ തോട്ടത്തിലാട്ടോ ഇത് കേട്ടോ. തൊട്ടടുത്ത് നമുക്ക് കന്നാര, ഇവിടെ പറയണ കന്നാര എന്നാൽ നമ്മുടെ പൈനാപ്പിൾ ആട്ടോ പൂത്ത് നിൽക്കണം. കണ്ടില്ലേ, ഇതൊക്കെ ഈ തോട്ടം കംപ്ലീറ്റ് പൈനാപ്പിൾ പൂത്ത് നിൽക്കും കേട്ടോ ഗൈസ്. പഴുത്തിട്ടില്ല, ഏകദേശം നമ്മൾ ഉണ്ടായി വരുന്ന ലെവലാട്ടോ കാണുന്നത്. നല്ല രസമാട്ടോ ഇവിടെയൊക്കെ കാണാനായിട്ട്. കണ്ടോ, പൈനാപ്പിളിനൊന്നും അങ്ങനെ വെള്ളം കയറി നഷ്ടമൊന്നും അങ്ങനെ വന്നിട്ടില്ലെന്നാണ് വിശ്വാസം. എന്നാലും ചെറിയ മൂത്ത് കഴിയുമ്പോഴേക്കും അതിന് ചീച്ചില കയറും കേട്ടോ. അതായത് അത് ഫ്രൂട്ട് നമുക്ക് കുറച്ച് നഷ്ടം വരും. ഇപ്പം നിലവിൽ ആ ഒരു അവസ്ഥ ഇവിടെ വന്നിട്ടില്ല കേട്ടോ ഗൈസ്. കണ്ടില്ലേ പൈനാപ്പിൾ പൂത്ത് നിൽക്കണേ. ഇതാണ് നമ്മുടെ ഇന്നത്തെ കുട്ടി വ്ലോഗ്. ഇതാണ് നമ്മുടെ നാട്ടുവഴി. ഇവിടെ ചെറിയൊരു തൊണ്ടുണ്ട് കേട്ടോ ഗൈസ്. ചെറിയൊരു തോടെന്നൊക്കെ പറയും, ഇവിടെ തൊണ്ടെന്നാണ് പറയുന്നത്. ആ തൊണ്ടിൽ കൂടെ നമുക്ക് ചെറിയ വഴിയുണ്ട് കേട്ടോ അങ്ങോട്ട്. ആ വഴിയൊക്കെ പുല്ലുകൊണ്ട് മൂടി കിടക്കുകയാണ് കേട്ടോ. കണ്ടില്ലേ, കാടാണ്. കണ്ടില്ലേ, നല്ല രസമാട്ടോ. കുട്ടി മീനും എല്ലാം ആയിട്ട് കുഞ്ഞു മറ്റേ ബ്രാലൊക്കെ ഉണ്ട് കേട്ടോ. എല്ലാവരും നമ്മുടെ നാട്ടിൽ ഇതിനെ ബ്രാലെന്ന് പറയും, പിറവൻ നാട്ടിൽ ഇതിനെ വരാലെന്ന് പറയും. നിങ്ങളുടെ നാട്ടിൽ എന്താ പറയണമെന്ന് എനിക്ക് അറിഞ്ഞൂടാ കേട്ടോ ഗൈസ്. ബ്രാൽ. ഞാൻ ഏകദേശം അരൂക്കാരിയാണ്, അതായത് ചേർത്തല അരൂരാണ്. അവിടെ നമ്മുടെ വരാലിന് പറയുന്ന ബ്രാലെന്നാട്ടോ. അവിടെ നിന്ന് വലയൊക്കെ ഇട്ട ആൾക്കാർ, അതായത് ഒരു രസമാണ്, ചൂണ്ടയൊക്കെ ഇട്ട ആൾക്കാർ പിടിക്കാറുണ്ട് കേട്ടോ. ഇതിനകത്തുണ്ടാവും കേട്ടോ. മീനിന് വല ഇട്ടിരിക്കുക കേട്ടോ. ഞാൻ പറഞ്ഞില്ലേ, ചെറിയ ബ്രാല്, ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു മീനുകളുണ്ട്. കറുപ്പ്, സിലോപ്പിയ, അങ്ങനെയുള്ള മീനൊക്കെ നമുക്ക് ഇവിടെ നിന്ന് കിട്ടും കേട്ടോ. വലുതായിട്ടൊന്നും കിട്ടില്ല. അതെ, മറ്റൊരു കാഴ്ച എന്ന് പറയുമ്പോൾ കുറുമ്പന്മാർ കണ്ടു നിൽക്കണ കണ്ടില്ല, എന്താ സംഭവം ഒന്ന് പിടികിട്ടിയോ? മീനിന് ചൂണ്ടയിട്ടിട്ട് വെയിറ്റ് ചെയ്യുക, ഫിഷ് ട്രാപ്പിങ് കണ്ടില്ലേ. എന്നിട്ട് അവർ നോക്കിയിരിക്കുക കേട്ടോ, മീനിനെ കിട്ടുമോ ഇല്ലയോ എന്നറിയാനായിട്ട് ആകാംക്ഷയോടെ നോക്കിയിരിക്കുക കേട്ടോ. എവിടെ കിട്ടാൻ, ചെറിയ കുഞ്ഞു മീനുകളെ ചിലപ്പോൾ കിട്ടിയെങ്കിൽ കിട്ടി, പക്ഷെ അവരുടെ പ്രതീക്ഷ, അവരുടെ ആ ഒരു ആഗ്രഹം കണ്ടില്ലേ. അത് കാണുമ്പോൾ നമുക്കും മനസ്സിനൊരു സന്തോഷം തോന്നും. ഇന്നത്തെ തലമുറ ഇങ്ങനെയുള്ള കാര്യത്തിനൊക്കെ ഇൻവോൾവ് ആണല്ലോ എന്ന് ഓർക്കുമ്പോൾ നമുക്കൊരു സന്തോഷമൊക്കെ തോന്നും കേട്ടോ. ഇത് കണ്ടില്ലേ, ഒരു തൊണ്ടാട്ടോ, നമ്മുടെ വീടിന് താഴെ കൂടെ ഒഴുകുന്ന തൊണ്ടാട്ടോ. മഴവെള്ളം ആട്ടോ അതിൽ പാസ് ചെയ്യുന്നേ. കണ്ടോ, നല്ല ഫ്ലോയിലാട്ടോ നമുക്ക് വെള്ളം കിട്ടണേ. കണ്ടില്ലേ, അറ്റം വരെ ഉണ്ട് കേട്ടോ. നല്ല ഫോഴ്സിലാണ് വരുന്നത്. എൻ്റെ മോനാണെങ്കിൽ വെള്ളം കാണാൻ പാടില്ല കേട്ടോ ഗൈസ്. അപ്പം അവൻ ഇറങ്ങണം. അവൻ ഇതൊക്കെ കാണുമ്പോൾ തന്നെ അതിൽ ചാടി കളിയും വെള്ളത്തിലുള്ള കയറി പോരാൻ ഭയങ്കര ബുദ്ധിമുട്ടാട്ടോ ഗൈസ്. ഇപ്പം എന്തായാലും നമ്മുടെ തൊണ്ടിൻ്റെ ഭംഗിയാണ് കേട്ടോ കാണുന്നത്. വളരെ ഭംഗിയായിരുന്നു. കണ്ടില്ലേ, വെള്ളം നല്ല ഫോഴ്സിൽ വന്ന് പതിക്കണത് ഇവിടെയാട്ടോ. അവിടെ നിന്ന് കേട്ടോ ഇപ്പം കാണിച്ചങ്ങോട്ട് പാസ് ചെയ്യുന്ന കേട്ടോ കാണുന്നത്. നല്ല ഭംഗിയായിട്ടോ. നമ്മൾ മഴ വരുമ്പോഴൊക്കെ ഈ ഭാഗമൊക്കെ കാണാനായിട്ട് അടിപൊളി ലുക്കാണ് കേട്ടോ. കുഞ്ഞുവാണെങ്കിൽ ഇതേ വെള്ളത്തിലുള്ള കളിയാട്ടോ. അങ്ങനെ ഒരു കുപ്പി കൈ കിട്ടിയിട്ടുണ്ട്. അത് അവിടുത്തെ മീൻ കിട്ടുമോ അറിയാനായിട്ട് ടെസ്റ്റ് ചെയ്യുക കേട്ടോ. അവനറിയില്ലല്ലോ അവിടെ നിന്ന് മീനൊന്നും കിട്ടില്ല എന്ന്. അപ്പോൾ എന്തായാലും നമ്മൾ അവിടെ നിന്ന് പോകുന്നു കേട്ടോ ഗൈസ്. അടുത്തത് നമ്മൾ വീട്ടിലേക്ക് പോകുക കേട്ടോ. അങ്ങനെ നമ്മൾ റോട്ടിൽ കൂടെ നടക്കും. ഞങ്ങളുടെ വീടിന് ബാക്ക് വശത്തോടെ കാണുന്നത്. ആക്ച്വലി
റോഡാണ്. ആ റോട്ടിൽ കൂടെ കുറുമ്പന്മാർ രണ്ടുപേരും കൂടെ അങ്ങ് നടന്നു പോവുക കേട്ടോ. ആണ് നമ്മുടെ ഭംഗി, നാടും നാട്ടു വഴിയും ഒക്കെയാണ് നിങ്ങൾ കണ്ടു പരിചയപ്പെട്ടത് കേട്ടോ. എങ്ങനെയുണ്ട് ഞങ്ങളുടെ ഈ നാടൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമായോ ഗൈസ്? എന്തായാലും പിറവം വന്നാൽ ഞങ്ങളെ ഓർക്കാണ്ടിരിക്കരുത് കേട്ടോ. കുട്ടിപ്പിടീസിനെയും നമ്മളെ കുട്ടീസിനെയൊന്നും ആരും ഓർക്കാണ്ടിരിക്കരുത് കേട്ടോ. ഇതൊക്കെയാണ് ഞങ്ങളുടെ നാടും നാട്ടു ഭംഗിയൊക്കെ കേട്ടോ. കണ്ടില്ലേ?